8ാമത്തെ വയസ്സ് മുതൽ അബ്ദുൽ കലാം കണ്ട സ്വപ്നമാണ് യുദ്ധവിമാനത്തിൻ്റെ പൈലറ്റ് ആകണമെന്ന്. അതിനുവേണ്ടിയാണ് കലാം പഠിക്കുന്നത്. 29ാമത്തെ വയസ്സിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. 8ാമത്തെ റാങ്ക് കിട്ടി. പക്ഷേ 7 പേർക്ക് മാത്രമാണ് സെലക്ഷൻ കിട്ടിയത്. ഒറ്റ നമ്പറിൻ്റെ പേരിൽ കലാമിൻ്റെ സ്വപ്നം തകർന്നു പോവാണ്. സങ്കടപ്പെട്ട് ഋഷികേശിലേക്ക് കലാം പോകുന്നു. അവിടെ ശിവാനന്ദ സ്വാമിയുടെ മുന്നിൽ കരയാണ്. അപ്പോൾ സ്വാമി കലാമിനോട് പറഞ്ഞു, കലാം, വിധി നിനക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ഇടത്തേക്ക് എത്തിച്ചേരും വരെ ഇത്തരം പരാജയങ്ങൾ സംഭവിക്കും. പുതിയ ആവേശത്തോടു കൂടി ഋഷികേശ് വിടുന്നു. ഏതെങ്കിലും ഒരു യുദ്ധവിമാനം പറത്തി നടക്കേണ്ട കലാം പിന്നീട് കര, നാവിക, വ്യോമസേനകളുടെ സൈനാധിപനായി ഇന്ത്യയുടെ പ്രസിഡൻ്റായി. കാലം കലാമിന് കരുതി വെച്ച സമ്മാനം. ഇന്നത്തെ ഗോസ്പലിൽ ഈശോയ്ക്ക് ഇനി സിനഗോഗിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ് കടൽ തീരത്തേക്ക് പോകുന്നത്. എന്നെ സിനഗോഗിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് ഈശോ അവിടെ റിയാക്റ്റീവ് ആവുന്നില്ല. ഈശോ അവിടെ ക്രിയേറ്റീവ് ആവാണ്. കടൽ തീരത്തേക്ക് പോയപ്പോൾ സാധ്യതകൾ കൂടാണ്. സിനഗോഗിൻ്റെ അകത്ത് കുറച്ച് പേർക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. യഹൂദർക്ക് മാത്രമാണ് പ്രാർത്ഥിക്കാൻ കയറാൻ പറ്റുള്ളൂ. പക്ഷേ ഈശോ കടൽ തീരത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ മനുഷ്യർക്കും ഈശോനെ തൊടാൻ പറ്റും. എല്ലാ മനുഷ്യർക്കും ഈശോയുടെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ സാധ്യതകൾ വലുതായി. സിനഗോഗിൽ നിന്നുള്ള പുറത്താക്കൽ അത് വലിയൊരു സാധ്യതയാണ് ഈശോയുടെ മുന്നിലേക്ക് തുറന്നിടുന്നത്. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ തിരിച്ചടി കിട്ടുമ്പോൾ, ചില സ്വപ്നങ്ങൾ തകരുമ്പോൾ എല്ലാം തീർന്നെന്ന് കരുതല്ലേ. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ ശിഷ്യന്മാരോട് പറയുന്ന പോലെ നമ്മോടും പറയുന്നുണ്ട്, നിങ്ങൾ വഞ്ചി ഒരുക്കി വയ്ക്ക്. നിങ്ങൾക്ക് മുന്നിൽ അനന്ത സാധ്യതകളുടെ ഒരു സമുദ്രം ഇങ്ങനെ പരന്ന് കിടപ്പുണ്ട്. വഞ്ചി ഒരുക്കി വയ്ക്ക്.